വിവാഹം, കുടുംബം എന്നിവയെക്കുറിച്ച് കത്തോലിക്ക സഭ പുലർത്തുന്ന ആശയങ്ങളിൽ വലിയ മാറ്റമാണ് സിനഡിൽ ബിഷപ്പുമാർ നിർദ്ദേശിച്ചത്. സ്വവർഗ വിവാഹം, വിവാഹം കഴിക്കാതെ ഒന്നിച്ചുള്ള ജീവിതം എന്നിവയിൽ നല്ല അംശങ്ങളുണ്ടെങ്കിൽ അത് സ്വീകരിക്കപ്പെടേണ്ടതാണ്. സ്വവർഗ വിവാഹം അനുവദനീയമല്ലെന്ന കാഴ്ചപ്പാട് മാറ്റാതെ തന്നെയാണ് ഈ അഭിപ്രായം പ്രകടിപ്പിക്കപ്പെട്ടത്. ഇതോടെ വത്തിക്കാൻ സഭയുടെ ഇന്നേവരെയുള്ള പാരമ്പര്യത്തിനാണ് മാറ്റം വരാൻ പോകുന്നത്. വ്യക്തി സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്ന നിലപാടുകളാണ് സിനഡിൽ ഉയർന്നത്. ഓരോ വ്യക്തിക്കും അവരുടേതായ കഴിവുകളുണ്ട്. അവർ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയോ തെറ്റോ ആയിരിക്കാം. പക്ഷേ സ്വവർഗാനുരാഗി എന്ന കാരണത്താൽ അവരുടെ കഴിവുകൾ അംഗീകരിക്കാതെ പോകരുത്. ഗർഭനിരോധ മാർഗങ്ങൾ ഉപയോഗിക്കുന്നതിന് സഭ എതിരായിരുന്നു. ഇത് സംബന്ധിച്ച് 1968 അന്നത്തെ പോപ്പ് പുറത്തിറക്കിയ കത്ത് പുനഃപരിശോധിക്കണമെന്നും സിനഡിൽ ആവശ്യമുയർന്നു. വിവാഹമോചനം സംബന്ധിച്ച് കൃത്യമായ മാർഗരേഖ തയ്യാറാക്കണം. 2 ആഴ്ച നീളുന്ന സിനഡിന്റെ ആദ്യ ആഴ്ചയിലെ ചർച്ചകളിൽ ഉയർന്ന അഭിപ്രായങ്ങളാണ് ക്രോഡീകരിച്ച് വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സഭയുടെ പുതിയ തീരുമാനങ്ങളെ സ്വവർഗാനുരാഗികൾ വഴിത്തിരിവെന്നാണ് വിശേഷിപ്പിച്ചത്. സഭയുടെ പരമ്പരാഗത നിലപാടുകളോട് യോജിച്ചു നിൽക്കുന്നവർ സിനഡിലെ അഭിപ്രായങ്ങൾ ചതിയാണെന്ന് പറയുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.